ബഹുമാനം അത് അർഹിക്കുന്നവർക്ക് മാത്രമുള്ളൊരു കാര്യമല്ലേ? അതൊരു പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നമ്മൾ കൊടുക്കേണ്ട ഒരു കാര്യമാണോ? പൊതുവേ നമ്മുടെ നാട്ടുനടപ്പനുസരിച്ച് ഈ ബഹുമാനം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ കേൾക്കാറുള്ള ഒരു കാര്യമാണ്. മൂത്തവരെ ബഹുമാനിക്കുക, റെസ്പെക്ട് എൽഡേഴ്സ് എന്ന രീതിയിൽ നമ്മളൊരു ട്രഡീഷൻ നമ്മൾ കീപ്പപ്പ് ചെയ്യാറുണ്ട്. സോ ഈ ഒരു ട്രഡീഷൻ, അതായത് ഈ ഒരു എൽഡേഴ്സിനെ റെസ്പെക്റ്റ് ചെയ്യുക എന്നൊരു സംഭവം നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഗുണമുണ്ട് ദോഷമുണ്ട്. ഒരു എൽഡറിൻ്റെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പം എപ്പോഴും അവർക്കൊരു ബഹുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതൊക്കെ ഒരു ഗുണമാണ്. അതായത് എപ്പോഴും അവരെക്കാൾ യങ്ങായിട്ടുള്ള ആൾക്കാർ അവരെ എപ്പോഴും റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു ഒരു എൽഡേഴ്സിൻ്റെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ. പക്ഷേ ഒരു നെഗറ്റീവ് പാർട്ടെന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഒരു നമുക്ക് എപ്പോഴും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക എന്ന രീതിയിൽ നമ്മളെ ആ ഒരു ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുന്നത് കൊണ്ട് ഇത് എൽഡേഴ്സിന് യങ്ങേഴ്സിനെ അത് വെച്ച് ഡോമിനേറ്റ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ നമ്മളവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മളിപ്പം എന്താ പറയുക, ഇപ്പോൾ കോളേജസിൽ സ്കൂൾസിലൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, ഇപ്പോൾ നമ്മൾ സീനിയേഴ്സിന് എപ്പോഴും ഒരു പവർ കിട്ടുന്നു, ഒരു ജൂനിയേഴ്സിൻ്റെ മേലെ ഒരു ഡോമിനേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ എപ്പോഴും നമ്മൾ ഈ റാഗിങ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾക്ക് പൊതുവേ ഈ ഒരു റെസ്പെക്റ്റിൻ്റെ പുറത്താണ് ഇതിൻ്റെ ഈ ഒരു ഡോമിനേറ്റ് ചെയ്യാനുള്ള പവർ അവർക്ക് കിട്ടുക എന്ന് പറയുന്നത്. അപ്പം നോർമലി ഒരു സിസ്റ്റം അങ്ങനെയാണ്. ഇപ്പം നമ്മൾ മൂത്തവരെ കാണുമ്പോൾ ചേട്ടാ ചേച്ചി എന്ന് വിളിക്കണം. അപ്പോൾ അങ്ങനെ വിളിച്ച് വരുമ്പോൾ അവർക്കൊരു ബഹുമാനം കൊടുക്കുന്നു, ഇവർ എളിമയോടെ നിൽക്കുന്നു. എങ്ങനായിട്ടുള്ള ആൾക്കാർ എളിമയോടെ നിൽക്കുന്നു, മൂത്തവർക്ക് ഇങ്ങനെ ബഹുമാനം കൊടുക്കുമ്പോൾ അവരിങ്ങനെ പൊങ്ങിപ്പോകുന്നു. അങ്ങനെ ഒരു കണ്ടീഷൻ്റെ ലെവലിലാണ് ഇത് പോകുന്നത്. അതായത് ഒരു ഫോർമൽ ലെവലിൽ ഈ സംഭവം ഇങ്ങനെ പൊക്കോണ്ട് ഇരിക്കുകയാണ്. സോ ഇത് നമ്മൾ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഒരു റെസ്പെക്റ്റ് എന്ന സാധനം ഒരു ഫ്രീഡത്തിൻ്റെ പുറത്ത് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. അതായത് പറയുമ്പോൾ റെസ്പെക്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഷുഡ് ബി, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് ഷുഡ് ബി ഗിവൺ ടു പീപ്പിൾ ഹു ഡിസേർവ് റെസ്പെക്റ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. എന്താ പറയുക, നമ്മളൊരു ഇക്വാലിറ്റിയുടെ പുറത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് കാണാൻ സാധിക്കുക. അതായത് ഓൺലി പീപ്പിൾ ഹു ഡിസേർവ് റെസ്പെക്റ്റ് ഷുഡ് ബി റെസ്പെക്റ്റഡ്. അല്ലാതെ ഒരു പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കരുത് നമ്മൾ ഒരാൾക്കൊരു റെസ്പെക്റ്റ് കൊടുക്കുക എന്ന് പറയുന്നത്. സപ്പോസ് ഇപ്പം നമുക്കൊരു എന്താ നമ്മളെക്കാളും പ്രായം കൂടുതലുള്ള ഒരാളെ നമ്മൾ കാണുകയെന്ന് വിചാരിക്കുക. പക്ഷേ അയാൾ നമ്മളോടുള്ള പെരുമാറ്റം നമ്മളെ വളരെ ഡിസ്റെസ്പെക്റ്റ് ചെയ്തൊക്കെ ആയിരിക്കും ചിലപ്പോൾ സംസാരിക്കും. ഇപ്പം നമ്മളിപ്പോൾ നാട്ടിൻപുറത്ത് തന്നെ ആണെങ്കിൽ അറിയാം, ഇപ്പം നമ്മളെക്കാളും പ്രായം കൂടുതൽ, ഇപ്പം ഞാൻ ഇപ്പോൾ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ എന്നെക്കാളും കുറച്ച് പ്രായം കൂടിയ ഒരാളാണെങ്കിൽ അയാൾക്കൊരു മാനേഴ്സ് ഇല്ല, മിക്കവരും ഒരു മാനേഴ്സ് ഇല്ലാത്ത ആൾക്കാരായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ചുമ്മാ കയറ്റി നമ്മളെ എടാ പോടാന്ന് വിളിക്കുക, എന്താണ് എടാ പോടാന്ന്, അങ്ങനെ ഒരു പരിചയം കാണത്തില്ല. ചിലപ്പോൾ ഫസ്റ്റ് ടൈമിൽ കാണാമായിരിക്കും, ക്ലോസ് പോലെ ആയിരിക്കില്ല, അപ്പോൾ ഉടനെ എടാ പോടാന്ന് വിളിക്കുക. അങ്ങനെ ലൈക്ക് ആ ഒരു രീതിയിൽ നമ്മളെ ആ ഒരു യങ്ങാണല്ലോ, എന്നെ കാണുമ്പോൾ യങ്ങാണല്ലോ, ഞാൻ അയാളുടെ പെർസ്പെക്റ്റീവ് ചിന്തിക്കുമ്പോൾ അയാൾ കുറച്ച് ഹയർ ഏജ് ആണ്, ഞാൻ യങ്ങാണ്, അപ്പോൾ ഉടനെ കയറി വിളിക്കുക എടാ പോടാ എന്ന്. ആ രീതിയിൽ ഒരു ടിപ്പിക്കൽ ഇപ്പോൾ നമ്മൾ കടയിലൊക്കെ ചെല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ കടയിൽ ഒരു സാധനം മേടിക്കാൻ ചെല്ലുകയാണെങ്കിൽ അവിടുത്തെ ചേട്ടന് പ്രായം കൂടുതലാണ്, നിങ്ങൾക്ക് പ്രായം കുറവാണെങ്കിൽ ജസ്റ്റ് എടാന്നൊക്കെ ആയിരിക്കും വിളിക്കുന്നത്. സോ ഇതൊരു ട്രഡീഷനാണ്. അപ്പോൾ നമ്മളും ആ രീതിയിൽ ട്രീറ്റ് ചെയ്തുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മളെ അയാൾ എടാന്ന് വിളിച്ചു, തിരിച്ച് നമ്മൾ അയാളെ എടാന്ന് കയറി വിളിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അയാൾ പ്രായത്തിന് മുതൽ ചിലപ്പോൾ അയാളുടെ ഇത് മാറും, ലുക്ക് മാറും, വൈഗ്രസ് ആവും, പെട്ടെന്ന് ചേഞ്ച് ആവും. നമ്മളോട് ചിലപ്പോൾ ഏജ് ചോദിക്കും, എന്നോട് അങ്ങനെ ചോദിക്കും. ഞാനിതിങ്ങനെ ട്രൈ ചെയ്യുമായിരുന്നു. അപ്പോൾ എന്നെ എടാന്ന് കയറി വിളിച്ച് ഞാൻ തിരിച്ചെടാന്ന് വിളിക്കുമ്പോൾ അവർ തിരിച്ച് നിൻ്റെ ഏജ് എത്രയാണ്, ഇങ്ങനെയാണ് സംസാരിക്കുന്നത്, മറ്റേ രീതിയിലാണ്. ഞാനും ശരിക്കും കൗണ്ടർ അടിക്കും, എന്നെ നിങ്ങൾ എടാന്ന് വിളിച്ചുകൊണ്ട് ഞാൻ തിരിച്ചും എടാന്ന് വിളിച്ചു എന്ന രീതിയിൽ ഞാനും പറയാറുണ്ട്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഡിഫിക്കൽട്ട് ആണ്. കാരണം ഓൾറെഡി ട്രെയിൻഡ് ആണ്, നമ്മുടെ സൊസൈറ്റി ട്രെയിനാണ്. അതായത് മൂത്തവർക്ക് ഇളയവരെ അങ്ങനെ ആ രീതിയിൽ വിളിക്കുക, ആ രീതിയിൽ ട്രീറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലാണ്. തിരിച്ചങ്ങനെ വിളിക്കാൻ പാടില്ല എന്ന രീതിയിൽ നമ്മൾ കണ്ടീഷൻ ചെയ്തുകൊണ്ട് വന്നിരിക്കുകയാണ്. മൂത്തവരോട് ദേഷ്യപ്പെടാൻ പാടില്ല, അതും ഒരു എന്താ പറയുന്നത്, നമ്മളെ ഒരു കണ്ടീഷനിങ് ആണ്, ഒരു സോഷ്യൽ കണ്ടീഷനിങ് ആണ്. സോ ഈ വീഡിയോ നമ്മൾ ബേസിക്കലി ഡിസ്കസ് ചെയ്യുന്ന ആ ഒരു സോഷ്യൽ കണ്ടീഷനിങ് എങ്ങനെ ബ്രേക്ക് ചെയ്യാം എന്ന കാര്യമാണ്. ഈ ഒരു റെസ്പെക്റ്റിൻ്റെ ഇതിലൊരു സോഷ്യൽ കണ്ടീഷനിങ് നിലവിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ അതിനെ നമുക്ക് എങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്യാം? സോ അതിന് നമ്മൾ കംപ്ലീറ്റ്ലി നമ്മുടെ ഈ ഒരു സോഷ്യൽ കണ്ടീഷനിങ് നമ്മളെ കൊച്ചിലെ തൊട്ട് നമ്മളെ ട്രെയിൻ ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന ഒരു സാധനം. നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ ഫാമിലിയെ തൊട്ട് നമ്മൾ കുട്ടി ജനിക്കുമ്പോൾ തൊട്ട് കുട്ടിയെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരിക എന്ന് പറയുന്നത് എൽഡേഴ്സ് ആണ് എപ്പോഴും ട്രെയിൻ ചെയ്തുകൊണ്ട്. അപ്പോൾ എൽഡേഴ്സ് ട്രെയിൻ ചെയ്യുമ്പോൾ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ സംഹൗ ട്രൈ ടു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് എ ചൈൽഡ് എന്നാണ് പറയുന്നത്. അതായത് ദേ വാണ്ട് ടു ലൈക്ക് അവരുടെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ അവർക്ക് റെസ്പെക്റ്റ് കിട്ടുന്ന രീതിയിലും അവർക്ക് കുറച്ചുകൂടി അഡ്വാൻറ്റേജ് കിട്ടുന്ന രീതിയിൽ എപ്പോഴും ഒരു ചൈൽഡിനെ ഒരു സൊസൈറ്റി ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുള്ളൂ. സോ അതിൻ്റെ ഒരു ഭാഗമായാണ് ഈ റെസ്പെക്റ്റ് എന്ന് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്. സോ റെസ്പെക്ട് ഷുഡ് കം ലൈക്ക് ഔട്ട് ഓഫ് സ്പോണ്ടേനിറ്റി. ഒരു സ്പോണ്ടേനിറ്റിയുടെ പുറത്തായിരിക്കണം റെസ്പെക്റ്റ് വരിക എന്നതാണ് നമ്മൾ മെഡിറ്റേഷനിൽ നമ്മൾ പറയുക എന്ന് പറയുന്നത്. അതായത്
നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പീപ്പിൾ ഒരു ഡിസർവ് ചെയ്യുന്ന ആളെ മാത്രം നമ്മൾ റെസ്പെക്റ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. യു ഡോണ്ട് ഹാവ് ടു റെസ്പെക്ട് എവരി വൺ ബിക്കോസ് ദേ ആർ ജസ്റ്റ് എൽഡർ ദാൻ യു. സോ ആ രീതിയിലേക്ക് നമുക്ക് റെസ്പെക്റ്റിനെ കൊണ്ടുവരാം. സോ അതിന് ബേസിക്കലി നമ്മൾ ഈ സോഷ്യൽ കണ്ടീഷനിങ് ബ്രേക്ക് ചെയ്യണം. ഈ ഒരു നമ്മുടെ ഒരു ട്രഡീഷൻ നമ്മൾ ബ്രേക്ക് ചെയ്യണം. അതിനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് മെഡിറ്റേഷനാണ്. ഒരു മെഡിറ്റേഷനിലേക്ക് വരുന്നതിലൂടെ മാത്രം, ഒരു മെഡിറ്റേറ്റീവ് അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ മാത്രമേ നമുക്ക് ഒരു സ്പോണ്ടേനിറ്റി നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ ഒരു റോബോട്ടിൻ്റെ പോലെയാണ് പെരുമാറുന്നത്. ഇപ്പോൾ നമ്മളൊരു സ്ഥലത്ത് ഇരിക്കുകയായിരിക്കും, അപ്പോൾ ഒരു പ്രായത്തിന് മൂത്താൾ വരുമ്പോൾ നമുക്ക് എണീക്കാൻ തോന്നും. ഇതൊക്കെ നമ്മുടെ ഒരു കണ്ടീഷനിങ് ആണ്. നമ്മളെ റോബോട്ടിക്കായിട്ട് ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കും. പ്രായത്തിന് മൂത്താളെ കാണുമ്പോൾ എണീക്കുക എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഇതാണ് ഒരു കണ്ടീഷനിങ് ആണ്, സോഷ്യൽ കണ്ടീഷനിങ് ആണ്. അതോടൊപ്പം തന്നെ ചേട്ടൻ ചേച്ചി, പ്രായത്തിന് മുതലേ ചേട്ടാ ചേച്ചി എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്യുക എന്ന് പറയുന്നതൊക്കെ ഒരു ട്രെയിൻ പോലെ നമ്മൾ റോബോട്ടിക്കായിട്ട് നമ്മളിങ്ങനെ ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുക വർഷങ്ങളോളം കണ്ടീഷനായിട്ട്. ഇപ്പോൾ ഒരു 20 വയസ്സുള്ള ആളാണെങ്കിൽ 20 വർഷത്തോളം അയാൾ ട്രെയിൻ ഇത് ഈ ഒരു മെക്കാനിക്കലി ഇങ്ങനെ ട്രെയിൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് വരും സംഭവം. ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു ഡീപ്പ് റൂട്ടഡ് ആയിട്ട് കിടക്കുന്ന ഒരു കണ്ടീഷനിങ് ആണ്, സോഷ്യൽ കണ്ടീഷനിങ് ആണ്. സോ ഈ ഒരു സോഷ്യൽ കണ്ടീഷനിങ് ബ്രേക്ക് ചെയ്യാനാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുക എന്ന് പറയുന്നത്. സോ മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ നമുക്ക് ആ ഒരു സ്പോണ്ടേനിയസ് അവെയർനെസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അതായത് നമ്മൾ ആ ഒരു മെക്കാനിക്കലി ബിഹേവ് ചെയ്യാതെ, നമ്മുടെ ആ ഒരു കണ്ടീഷനിങ്ങിൻ്റെ പുറത്ത് ബിഹേവ് ചെയ്യാതെ, യു ബിഹേവ് ഔട്ട് ഓഫ് യുവർ സ്പോണ്ടേനിറ്റി. നമ്മുടെ സ്പോണ്ടേനിറ്റി വഴി, അതായത് നമുക്ക് റെസ്പെക്റ്റ് ചെയ്യണമെന്ന് നമുക്ക് ഉള്ളിൽ നിന്ന് തോന്നുന്നു. നമുക്ക് ഇയാളെ റെസ്പെക്റ്റ് ചെയ്യണം, ഇയാളുടെ പെരുമാറ്റവും ഒരാളെ കാണുമ്പോൾ അയാളുടെ പെരുമാറ്റം, അയാളുടെ ബിഹേവിയറൊക്കെ കണ്ട് നമുക്ക് അയാളോട് ഇഷ്ടം, അയാളൊരു ഗ്രേസ് എന്തെങ്കിലുമൊക്കെ നമുക്ക് തോന്നിയിട്ട് നമ്മൾ ഒരു സ്പോണ്ടേനിയസ് റെസ്പെക്റ്റ് നമ്മളിൽ നിന്ന് തന്നെ വരും. നമ്മുടെ ആ ഒരു ടോട്ടൽ ബീങ്ങിൻ്റെ പുറത്ത് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാന്ന് പറയാം. ആ ഒരു സ്പോണ്ടേനിറ്റി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ ഒരു മെഡിറ്റേറ്റീവ് അവെയർനെസ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് നമ്മൾ ഡെവലപ്പ് ആവുന്നതിലൂടെ നമുക്ക് ആ ഒരു നാച്ചുറൽ ആലിറ്റിയിൽ നമുക്ക് ഒരാളെ റെസ്പെക്റ്റ് ചെയ്യാൻ സാധിക്കും. ഇത് മെഡിറ്റേഷൻ വേണമെന്നൊന്നുമില്ല. ഇപ്പം ഞാൻ പറഞ്ഞ ഒരു സംഭവം ഇൻ്റലക്ച്വലി ഉണ്ടെങ്കിൽ നമുക്കത് കുറേയൊക്കെ പ്രാക്ടിക്കൽ ആക്കാവുന്നതാണ്. പക്ഷേ സ്റ്റിൽ പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു സോഷ്യൽ കണ്ടീഷനിങ് ഉണ്ടല്ലോ, ഡീപ്പ് റൂട്ടഡ് സോഷ്യൽ കണ്ടീഷനിങ്. അപ്പം നമ്മൾ ജനിക്കുമ്പോൾ തൊട്ട് നമ്മൾ കേട്ട് വരുന്നൊരു കാര്യമാണ് റെസ്പെക്ടിങ് ദ എൽഡേഴ്സ് എന്ന് പറഞ്ഞ സംഭവം. ഇത് നമ്മൾ ഭയങ്കരമായിട്ട് ഇൻജെക്റ്റഡായി കിടക്കുകയാണ്. ഇതിൻ്റെ എന്താ പറയുന്നത്, ഈ ഒരു കണ്ടീഷനിങ് വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ ഈ കണ്ടീഷനിങ് ഈസി ആയിട്ട് നമുക്ക് ഇൻ്റലക്ച്വലി നമുക്ക് അറിയായിരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇൻ്റലക്ച്വലി ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മളങ്ങനെ ട്രൈ ചെയ്യണം. എന്നെ ഇടാന്ന് ഒരാൾ കയറി വിളിക്കുകയാണെങ്കിൽ എനിക്ക് തിരിച്ചും ആ രീതിയിൽ തന്നെ വേണേൽ ട്രീറ്റ് ചെയ്യാം. എന്നേക്കാൾ മൂത്തൊരാൾ എന്നെ ഇടാന്ന്. പക്ഷേ നമുക്കത് പ്രാക്ടിക്കലി കൊണ്ടുവരാൻ ചിലപ്പോൾ ബുദ്ധിമുട്ട്. കാരണം നമ്മുടെ ഒരു പാർട്ട്, ഇൻ്റലക്ച്വൽ പാർട്ടിനെ അറിയാം, എന്നെ അങ്ങനെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കും ഇങ്ങനെ തിരിച്ച് ട്രീറ്റ് ചെയ്യാനാണ്. പക്ഷേ സംവെയർ ഇൻസൈഡ് ദർ ഈസ് എ സോഷ്യൽ കണ്ടീഷനിങ് ദാറ്റ് പ്രിവെൻറ്റ്സ് അസ് ഒരു വേറൊരു പാർട്ട് ഓഫ് അസ്, നമ്മുടെ ഒരു കണ്ടീഷൻ്റെ പാർട്ട് നമ്മളെ പ്രിവെൻറ്റ് ചെയ്യും. നമുക്കൊരു സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി നമുക്കവിടെ ഫേസ് ചെയ്യാൻ തുടങ്ങി. അപ്പം എന്നെ ഒരു പ്രായത്തിന് മൂത്തൊരാൾ ഇടാന്ന് വിളിക്കുമ്പോൾ തിരിച്ചെനിക്ക് ഇടാന്ന് വിളിക്കണമെങ്കിൽ കുറച്ചൊരു എഫേർട്ട് ഇട്ട് വിളിക്കാൻ പറ്റും. പക്ഷേ അത് കുറച്ചൊരു ബുദ്ധിമുട്ട് നമുക്ക് അവിടെ ഫീൽ ചെയ്യും. നിങ്ങൾ ആ ഒരു പ്രാക്ടിക്കൽ സിറ്റുവേഷൻ എടുത്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് 20 വയസ്സാണ്, നിങ്ങൾ ഒരു 40 വയസ്സുള്ള ഒരാളാണ് നിങ്ങളോട് ഇങ്ങനെ പെരുമാറുന്നെങ്കിൽ അയാളൊരു ഏജിൻ ലുക്കൊക്കെ കാണുമ്പോൾ നമുക്ക് തിരിച്ചറിയ രീതിയിൽ തന്നെ എടാന്ന് ഇങ്ങോട്ട് വിളിച്ചു തിരിച്ചു ആ എടാ എന്ന രീതിയിൽ തന്നെ അഭിസംബോധന ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതൊരു പ്രാക്ടിക്കൽ സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് അറിയത്തുള്ളൂ. പക്ഷേ ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ നമുക്കത് ഈസി ആയിട്ട് കുറച്ചുകൂടെ ഇതാകാൻ പറ്റും. അതായത് കണ്ടീഷനിങ് നമുക്ക് മാറിക്കിട്ടും. നമുക്ക് ഈസി ആയിട്ട് കുറച്ചുകൂടെ റെസ്പോൺസീവായിട്ട് ഒരു മൊമെൻറ്റ് ടു മൊമെൻറ്റ് നമുക്ക് കുറച്ച് ഈസി ആയിട്ട് നമുക്ക് ആ ഒരു സിറ്റുവേഷനെ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റും. എന്നെ ഇടാന്ന് വിളിച്ചു, തിരിച്ചും എനിക്ക് ഇടാന്ന് വിളിക്കുമ്പോൾ അവിടെ ഒരു ആർഗ്യുമെൻറ്റിലേക്ക് ഒരു സിറ്റുവേഷൻ കൊണ്ടുവരും. കുറച്ച് അയാളുടെ കണ്ടീഷനാണല്ലോ നമ്മൾ തിരിച്ചു വിളിക്കുന്നത്, നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ കണ്ടീഷനായിരിക്കും. പക്ഷേ ആ ഒരു കണ്ടീഷനിങ്ങിൻ്റെ പുറത്ത് അവിടെ ഒരു ആർഗ്യുമെൻ്റൊക്കെ വരും, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതിനെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് കുറച്ചുകൂടെ ഫേസ് ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്ന നമ്മൾ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിൽ നിൽക്കുമ്പോഴായിരിക്കും നമുക്ക് ഈസി ആയിട്ട് ഫേസ് ചെയ്യാൻ പറ്റുമെന്ന് പറയാമെന്ന് പറയുന്നത് ആ ഒരു സിറ്റുവേഷനെ. കാരണം നമ്മൾ ഡിസ്റ്റർബ്ഡ് ആകത്തില്ല, നമ്മളൊന്നും കൂടെ കുറച്ചുകൂടെ നമ്മളൊരു സെൻറ്റേഡ് ആയിരിക്കും. കാരണം നമ്മളെ ഒന്നും അഫക്റ്റ് ചെയ്യാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ. ഒരു സെൻറ്ററിങ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് നമുക്ക് മെഡിറ്റേഷനിലൂടെ സാധിക്കുമെന്നാണ് പറയുന്നത്. അതായത് നമ്മളൊന്നും ഡിസ്റ്റർബ്ഡ് ആകത്തില്ല. ബട്ട് സ്റ്റിൽ നമ്മൾ എന്തുകൊണ്ടാണ് തിരിച്ച് അയാളെ അതേ രീതിയിൽ തന്നെ അയാൾ എങ്ങനെയാണ് നമ്മളോട് പെരുമാറിയത് അതുപോലെ തന്നെ നമ്മൾ തിരിച്ച് പെരുമാറുന്നതിൻ്റെ കാര്യം ബിക്കോസ് യു വാണ്ട് ടു ബ്രേക്ക് ദ സോഷ്യൽ കണ്ടീഷനിങ് റിഗാർഡിങ് റെസ്പെക്ട്. ആ റെസ്പെക്ട് എന്ന ആ ഒരു ക്രൈറ്റീരിയനെ ബേസ് ചെയ്തുള്ള സോഷ്യൽ കണ്ടീഷനിങ്സ് ബ്രേക്ക് ചെയ്തൊരു ഇക്വാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് നൽകിയെന്ന് പറഞ്ഞത്. പിന്നെ നമ്മൾ റെസ്പെക്റ്റിനെ ബേസ് ചെയ്ത് പറയുമ്പോഴാണ് എന്നാണെങ്കിൽ നമുക്ക് ഇപ്പം നമ്മൾ ഈ ഇപ്പം കോളേജസിലും സ്കൂൾസിലൊക്കെ നിലനിന്നിരുന്ന സംഭവമാണ്. പിന്നെ
എന്താ പറയുന്നത് പ്രൊഫഷണൽ ലൈഫിലും ഉള്ളൊരു സംഭവമാണ് ഈ സാർ എന്ന് പറയുന്ന വിളി എന്ന് പറയുന്നത്. സാർ, മാം എന്നൊക്കെ പറയുന്നത് ഇത് കംപ്ലീറ്റ്ലി ഒരു എന്താ പറയുന്നത് ഒരു പൊസിഷനെ ബേസ് ചെയ്താണ് ഇപ്പം ഈ ഒരു സംഭവം. ഇപ്പം നമ്മൾ സ്റ്റുഡൻസ് ടീച്ചേഴ്സിൻ്റെ സാറെന്ന് വിളിക്കണം അല്ലെങ്കിൽ മാം എന്ന് വിളിക്കണം, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് നിലവിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. എനിക്കൊന്ന് ഇന്ത്യയിലൊക്കെ അങ്ങനെയാണ്, ഇന്ത്യയിലൊക്കെ ഇപ്പം അങ്ങനെയാണ്. വെസ്റ്റിലൊക്കെ മാറിയെന്നൊക്കെയാണ് ഞാൻ കേട്ടത്, എനിക്ക് അറിഞ്ഞൂടാ അതിനെപ്പറ്റി. ബട്ട് സ്റ്റിൽ നമ്മുടെ ഒരു ഇവിടെ ഇന്ത്യയിലെ സിറ്റുവേഷൻ അങ്ങനെയാണ്. സോ അതിനെ നമുക്ക് ബ്രേക്ക് ചെയ്ത് ടീച്ചേഴ്സ് ഷുഡ് കോൾ students should call their teachers like with the name. നെയിമിൽ പേര് വെച്ച് വിളിക്കുന്നതാണ് ഒന്നും കൂടെ ബെറ്റർ ആയിട്ടുള്ളതെന്ന് തോന്നുന്നത് എന്നെ സംബന്ധിച്ചോളം. എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഞാൻ അതാണ് കാണുന്നത്. കാരണം പ്രത്യേകിച്ച് നമ്മളിങ്ങനെ പ്രൊഫഷണൽ ലൈഫിലാണെങ്കിലും തോന്നുന്നു, ഇപ്പോൾ കമ്പനീസിലും ഒക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ പോലും അവർ ഹയർ അതോറിറ്റീസിനെ സാറിന് വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്ക് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പേര് കൊണ്ട് മിസ്റ്റർ, ഇപ്പം മിസ്റ്റർ അഭിനന്ദ് എന്ന രീതിയിൽ പറയുന്ന പോലെ അവർ മിസ്റ്റർ കൊടുത്ത് ആകുന്ന രീതിയിലേക്ക് നമ്മുടെ സിസ്റ്റം മാറേണ്ടതുണ്ട്. എനിക്കൊന്ന് വെസ്റ്റിലൊക്കെ മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഒരുപാട്. സാർ ഈസ് സംതിങ്, അത് നമുക്കതൊരു എക്സ്ട്രാ റെസ്പെക്റ്റോട് കൂടിയുള്ള ഒരു വേർഡാണ് സാർ എന്ന് പറയുന്നത്. പക്ഷേ അത് ഷുഡ് നോട്ട് ബി ഫോമൽ ആകാൻ പാടില്ല. ഇറ്റ് ഷുഡ് നോട്ട് ബി ഒരു എന്താ പറയുക, ഒരു ഇറ്റ്സ് എ ഫോഴ്സ്ഡ് തിങ്. നമുക്കൊരാളുടെ ഒരു ആരാധനയും ബഹുമാനമൊക്കെ തോന്നുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് മാമെന്ന് സാറെന്നൊക്കെ വിളിക്കാൻ തോന്നുന്ന ഒരു സ്റ്റേറ്റിലേക്ക് നമുക്ക് ആ ഒരു ഫ്രീഡം കിട്ടണം. അല്ലാതെ നമ്മൾ എല്ലാവരെയും ഇപ്പോൾ ഒരാൾ ടീച്ചറാണ്, ഒരാൾ സ്റ്റുഡൻ്റാന്ന് പറഞ്ഞ് സ്റ്റുഡൻറ്റ് ഒരിക്കലും ടീച്ചറിനെ സാറെന്നോ മാമെന്നോ വിളിച്ച് ഒരു ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. It should not be forced thing. It should be out of freedom. Everyone should be treated equally basically. ആ ഒരു ഇതാണ് ഞാനും കൂടെ. ഇപ്പോൾ നമ്മൾ പേര് വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ ഗുണം എന്ന് പറയുന്നത് no one is getting disrespected, no one is getting over respected. Everyone is getting both the parties are getting equal respect. അങ്ങോട്ടും ഇങ്ങോട്ടും പേര് വിളിച്ച് സംസാരിക്കുമ്പോൾ ഉള്ള ഒരു ഗുണം അതാണ്. Both of the parties get respected. സോ ആ രീതിയിലേക്ക് നമുക്ക് ആ ഒരു റെസ്പെക്റ്റിനെ കൊണ്ടുവരണം. അല്ലാതെ ഒരു പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാൾ മൂത്തതാണ് അല്ലെങ്കിൽ തന്നെക്കാളും പ്രായം കൂടുതലാണെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ ഒരു ഹയർ പൊസിഷൻ ഇരിക്കുക എന്ന് വിചാരിച്ച് നമ്മൾ ഒരു റെസ്പെക്റ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ്. കാരണം ഏതൊരു ജോബും ഏതൊരു പൊസിഷനും അതിൻ്റേതായ ഒരു, ഇപ്പോൾ സ്റ്റുഡൻസ് ഇല്ലെങ്കിൽ ടീച്ചേഴ്സ് ഇല്ല, ഇപ്പോൾ ഒരു പിയൂൺ ഇല്ലെങ്കിൽ മാനേജറിന് അവിടെ റോളില്ല, ഒരു ക്ലർക്ക് ഇല്ലെങ്കിലും ഒരു സിഇഒയ്ക്കോ അല്ലെങ്കിൽ ഒരു മാനേജിങ് ഡയറക്ടർക്കോ MDക്കോ അവിടെ ഒരു കമ്പനി ഒറ്റയ്ക്ക് റൺ ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ എല്ലാവർക്കും അവരുടേതായ വാല്യൂസ് ഉണ്ട്. ഒരാൾ കമ്പനി ഓണറാന്ന് പറഞ്ഞു കഴിഞ്ഞ് അയാൾ ഒരിക്കലും ഒരു സുപ്പീരിയർ ലെവലിലേക്ക് പോകാൻ പാടില്ല. അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ പാടില്ല. ശരിയായിരിക്കും അയാളൊരു കമ്പനി ഓൺ ചെയ്യുന്നു, പക്ഷെ എന്ന് വെച്ചാൽ അയാൾ ആരെക്കാളും ഹയർ അല്ല. കാരണം മറ്റുള്ള സ്റ്റാഫ്സ് ഇല്ലാതെ ഒരാൾക്ക് ഒരു കമ്പനി ഒറ്റയ്ക്ക് റൺ ചെയ്യാൻ പറ്റണമെന്നില്ല. സോ അങ്ങനെ രീതിയിൽ അല്ലെങ്കിൽ ഒരു ഇക്വാലിറ്റിയിലേക്ക് റെസ്പെക്റ്റിനെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കണം. അതിന് എല്ലാവരിലും ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ മാത്രമേ. ഇതൊരു സോഷ്യൽ കണ്ടീഷനിങ് ആണ് ഇപ്പം നിലനിൽക്കുന്നത് പറയുന്നത്. ഹയർ, ലോവർ, അങ്ങനെ തന്നെ ഇൻഫീരിയർ, സുപ്പീരിയർ, അങ്ങനെ ഒരു ഡിവിഷൻ ലെവലുണ്ടല്ലോ. അതൊരു സോഷ്യൽ കണ്ടീഷനിങ്ങിൻ്റെ ഒരു ഭാഗമാണ് വർഷങ്ങളായിട്ടുള്ള. സോ പല സ്ഥലങ്ങളിലും അത് ബ്രേക്ക് ആവുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ വെസ്റ്റിലൊക്കെ ഒരുപാട് മാറുന്നുണ്ട്. സോ ഇന്ത്യയുടെ കേസിൽ വളരെ മോശമാണ്. ഇപ്പം നമ്മളെ പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ കാര്യം എന്ന് പറയുന്നത് ടീച്ചേഴ്സ് ആർ സോ മച്ച് അതോറിറ്റി. വാട്ട് ഐ ഫെൽറ്റ് ഈസ് ദാറ്റ് there are some like superior people so സ്റ്റുഡൻസ് എപ്പോഴും അവരുടേതായ രീതിയിൽ നിൽക്കണം. പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പെന്നുള്ള കാര്യം. കാരണം നമ്മളത് പുറത്തായിട്ട് ഒരു ഫോഴ്സ് ചെയ്യുന്ന രീതിയിൽ നമ്മളെ ടീച്ചേഴ്സിനെ കാണുമ്പോൾ എണീക്കുക, അങ്ങനെ രീതിയിലാണ് പൊതുവെ ട്രെയിൻ ചെയ്തുകൊണ്ട് കൊണ്ടുവരുന്നത്. ഈവൻ ഇപ്പോഴും നിലവിലും ഞാൻ റീസെൻ്റായിട്ട് യൂണിവേഴ്സിറ്റി പഠിച്ച സമയത്താണെങ്കിലും പല പ്രൊഫസേഴ്സും ആ രീതിയിൽ റെക്കമെൻഡ് വരെ ചെയ്യാറുണ്ടായിരുന്നു എന്നോട്. അങ്ങനെ ക്ലാസ്സിൽ ഇങ്ങനെ പൊതുവെ ഒരു പ്രൊഫസറിനെ കാണുമ്പോൾ എണീറ്റ് നിൽക്കണം, ഒരു ടീച്ചർ ഇങ്ങോട്ട് വരുമ്പോൾ എണീറ്റ് നിൽക്കണം. അങ്ങനെ ദേ ആർ സംഹൗ അവരുടെ ട്രഡീഷൻ അവർ എന്തോ ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യാണ്. ബട്ട് ദീസ് തിങ്സ് ഹാവ് ടു ബി ബ്രോക്കൺ. സോ ഒരു ഫ്രീഡത്തിലേക്ക് നമ്മളെ കൊണ്ടുവരിക എന്നതാണ് നമ്മൾ മെഡിറ്റേഷനിൽ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ റെസ്പെക്റ്റ് എന്ന് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഷുഡ് കം ഔട്ട് ഓഫ് your spontaneity, it should be more natural rather than being formal. ഒരു ഫോമലായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു സംഭവമേ അല്ല ഈ ഒരു റെസ്പെക്റ്റ് എന്ന് പറയുന്ന കാര്യം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ക്രൈറ്റീരിയം ചേട്ടൻ ചേച്ചി എന്ന് പറയുന്നത് അതാണ് ഒരു ഡോമിനേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അത് ബ്രേക്ക് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒരാൾ പ്രായത്തിന് മൂത്തതായതുകൊണ്ട് അയാളെ ചേട്ടാ ചേച്ചി എന്നൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് യു ഷുഡ് ഹാവ് ടു കോൾ ദെയർ നെയിംസ്. അങ്ങനെ ഒരു നെയിം കോൾ ചെയ്യുന്നതിലൂടെ മാത്രമേ ഒരു ബോത്ത് പാർട്ടീസിന് നമുക്ക് റെസ്പെക്റ്റ് കിട്ടത്തുള്ളൂ. ആ ഒരു ഇപ്പോൾ കോളേജസിലൊക്കെ ആണെങ്കിൽ സീനിയറും ജൂനിയേഴ്സും തമ്മിലുള്ള ഒരു ഡിവിഷൻ ബ്രേക്ക് ചെയ്യണമെങ്കിൽ നോബഡി ഷുഡ് ബി ഗീവൺ ഓവർ പവർ. ഇപ്പോൾ ഓവർ പവർ ഡോമിനേഷൻ നടക്കുന്നത് ഡോമിനേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരാൾക്ക് വേറെ ആൾ ഡോമിനേറ്റ് ചെയ്യാൻ സാധിക്കുന്നതിന് മെയിൻ ഒരു ക്രൈറ്റീരിയ ഇതാണ്. യു ആർ സംഹൗ
കോളിങ് സമ്മൺ ചേട്ടാ ചേച്ചി, ദെൻ യു ഫീൽ ലൈക്ക് കുറച്ച് ഹയറാന്ന് ഫീൽ ചെയ്യുന്നു. ദെൻ സം പീപ്പിൾ ട്രൈ ടു എക്സ്പ്ലോയിറ്റ്. ആ ഒരു എക്സ്പ്ലോയിറ്റേഷൻ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ബ്രേക്ക് ചെയ്യണമെന്ന് പറയുന്നത് മെയിനായിട്ട്. പീപ്പിൾ ഹാവ് എ ടെൻഡൻസി ടു ഡോമിനേറ്റ്, ടു എക്സ്പ്ലോയിറ്റ് വെൻ ദ ഫീൽ ദാറ്റ് വെൻ ദ സുപ്പീരിയർ. സോ വി ഡോണ്ട് ഹാവ് ടു ഗീവ് എനി ചാൻസ്. ആർക്കും അങ്ങനെ ഒരു ചാൻസ് നമ്മൾ കൊടുക്കാൻ പാടില്ല ഇനി. സോ ദാറ്റ്സ് വൈ നമ്മളെ ഇങ്ങോട്ട് എങ്ങനെയാണോ പെരുമാറുന്ന ആ രീതിയിൽ തന്നെ പെരുമാറാൻ ശ്രമിക്കാൻ. ഓൾവേസ് ട്രീറ്റ് പീപ്പിൾ വിത്ത് റെസ്പെക്റ്റ് ആൻഡ് ബൈ കോളിങ് ദിയർ നെയിംസ്. നമ്മൾ ഈ ചേട്ടൻ ചേച്ചി എന്നുള്ള വേർഡ് ശരിക്കും എടുത്തു കളയേണ്ട ഒരു സംഭവമാണ്. ബിക്കോസ് നോ വൺ ഈസ് ഹയർ, നോ വൺ ഈസ് ലോവർ.